ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുളിക്കാനൊക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട്, മടി പിടിച്ചിരുന്നിട്ട്. പിന്നെ കുളി കഴിഞ്ഞാലാണ് ഞാൻ അധികം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യൽ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ രാവിലത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസി റുട്ടീനാണ്. ബ്രേക്ക്ഫാസ്റ്റ്, മദ്രസ, സ്കൂള് കാര്യങ്ങൾ, മോളെ സ്കൂളിൽ അയക്കേണ്ട തിരക്ക്, അതൊക്കെ ആയിട്ട് പോകും. രാത്രി ആകുമ്പോഴത്തേക്കും വല്ലാണ്ട് ടയേർഡായിരിക്കും. പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാവുക. ഈ ഒരു സ്കിൻ കെയറിൻ്റെ മൂഡിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. പിന്നെയും കുളി കഴിഞ്ഞാലാണ് എനിക്കൊരു ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ടൊരു മീ ടൈം കിട്ടുക. അപ്പം ഞാൻ ആ ഒരു ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ ഡോട്ട് ആൻഡ് കിൻ്റെ ഫേസ് വാഷാണ് ഞാനിപ്പം കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ വേറെ ഉണ്ട്. അപ്പോൾ ഓരോ മൂഡ് പോലെ ഞാൻ യൂസ് ചെയ്യലാണ് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായതാണ്. അപ്പം ഇന്ന് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇവരെ വെബ്സൈറ്റ് വഴി വാങ്ങിയതാണ്. പിന്നെ ബോഡി ലോഷനൊക്കെ ഉണ്ട്, വല്ലപ്പോഴും മൂഡ് പോലെ യൂസ് ചെയ്യും. പുറത്ത് പോകുമ്പോൾ അധികം യൂസ് ചെയ്യും, നല്ല സ്മെല്ലുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ കാല് ഡ്രൈ ആകുന്ന സമയത്ത് അങ്ങനെ കാലിന് യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ലിപ് ബാം, അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള സിറം കാര്യങ്ങളൊന്നുമില്ല, ഇത്ര തന്നെ. പിന്നെ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗുഡ് ഫ്രഷ് ഫീലാണ് കേട്ടോ. അതെനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്തതിനാൽ നല്ല തന്നെ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെടി പരിപാലനമാവാം. നമ്മൾ അന്ന് നട്ട് വെച്ച കുറച്ച് ചെടികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. റൂമിൽ വെച്ചിടത്തുനിന്ന് പിന്നെ വീണ്ടും പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. സൺലൈറ്റ് കിട്ടാണ്ട് പാടിപ്പോണ്ടെന്നും കൊണ്ടാണ്. അതിനിടയ്ക്ക് മോള് വന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനെന്തെങ്കിലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ഇത് വീഡിയോ ഇടുമോ ചോദിച്ചിട്ട് എടുപ്പിച്ചതാണ് എന്നെക്കൊണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ആറിയിടാനുണ്ടായിന്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബായി. ഇനിയിപ്പം രാത്രിക്കത്തെ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനാണ് പ്ലാന്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കഫേയിൽ പോയി ഞാൻ ജസ്റ്റ് അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന്. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവർ എടുക്കുന്നുണ്ടായില്ല, അതുകൊണ്ട് പിന്നെ പോയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് കുറച്ചധികം ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചത്. നമ്മളങ്ങനെ വാങ്ങുന്ന സമയത്ത് ഷവായി, ഷവർമ, അൽഫാം ഇതൊക്കെ തന്നെയാണ് കോമൺ ആയിട്ട് വാങ്ങുക. പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ട്, അപ്പം അതൊക്കെ തന്നെ. ഈ ഒരു പിസ്സ കാര്യങ്ങളൊക്കെ വാങ്ങൽ ഭയങ്കര റെയറാണ് കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടമല്ല, ഒന്നാമത് പിസ്സ ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇവിടുത്തത് അടിപൊളിയാണ്, ഇത് കഴിച്ച് നോക്ക്, വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിസ്സ വാങ്ങിയിട്ടുണ്ടായത്. ഒന്നാമത് മോൾക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഡിഫറെൻ്റായിട്ട് വാങ്ങുമ്പോൾ ഡിഫറെൻ്റായിട്ട് ഓർഡർ ചെയ്യണം. എല്ലാം കൂടെ ഒരു പിസ്സ ആകുമ്പം നമുക്ക് എല്ലാവർക്കും സെറ്റാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ ഇത് മാങ്ങ, എൻ്റെ ഓഹരി മാങ്ങയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മളിങ്ങനെ ഓഹരി വെക്കും മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാവർക്കും ആളെണ്ണം വീതമുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് തന്നെ ഓഹരി വെക്കും, ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് രണ്ടാൾക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. എനിക്ക് 2 മാങ്ങാസ് കിട്ടീന്. ഒന്ന് ഞാൻ കഴിച്ച്, ഒന്ന് ഞാനും മോളും കഴിച്ചിട്ടുണ്ടായി ഷെയർ ചെയ്തിട്ട്. പിന്നെ അടുത്ത ഓഹരിയും കൂടെ ഉണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞ്, ഇത് നീ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ കഴിച്ചോളാം, അതിപ്പോൾ കേടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഓഹരി ഞാൻ തന്നെ കഴിച്ചോളൂ പറഞ്ഞിട്ട് എടുത്ത് മുറിച്ച് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പം കണ്ടത് ഓക്കെ. ഇപ്പം പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് നല്ലൊരു നൈറ്റ് അവിടെ കഴിയാണ്. പിന്നെ മോള് വന്ന് നമ്മൾ രണ്ടാളും ഒന്നിച്ച് കിടക്കുന്നതാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ലബൂബു ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവളും കണ്ട് ഷോർട്സിലൊക്കെ ഇങ്ങനെ ലബൂബു വേണമെന്ന് പറയുന്നതാണ് ഇപ്പം ഈ കാണുന്ന സീന്. ഇല്ല, പക്ഷെ അതിന് പകരം നമുക്ക് ഈ ഒരു ക്യൂട്ടി പൈ മതിയില്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെ എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ആ ഓരോ ലൈക്കും കമൻസും എനിക്ക് വലിയ മോട്ടിവേഷനാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ ആൾക്കാർ നല്ല എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.